കൈവെട്ടുകേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI നേതാക്കൾ റിമാൻഡ് റിപ്പോർട്ട്. ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കണം. സവാദിന്റെ വീട്ടിലെ പരിശോധനയിൽ സിം കാർഡും 2 മൊബൈൽ ഫോണും NIA കണ്ടെത്തിയിട്ടുണ്ട്. രാഗിൻ ചേരുന്നു. രാഗിൻ, ഈ സവാദിനെ ഇത്രയും കാലം, അതായത് കഴിഞ്ഞ 13 വർഷമായി NIAയും ദേശീയ അന്വേഷണ ഏജൻസിയെയും പോലീസിനെയും ഒക്കെ കബളിപ്പിച്ച് ഇയാൾ താമസിച്ചത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇയാളെ താമസിക്കാൻ സഹായിച്ചത് ആര് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ PFI നേതാക്കളാണ് സഹായിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? 2010 ജൂലൈ 4-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇത്രയും നാൾ, ഈ 13 വർഷം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFIയും അതിൻ്റെ നേതാക്കളുമാണ് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെയാണ്, ഏതൊക്കെ വ്യക്തികളാണ് സഹായിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇയാളെ കസ്റ്റഡിയിൽ, സവാദിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ായിട്ടുണ്ട് എന്ന കാര്യവും NIA പറയുന്നു. ഈ സവാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു സിം കാർഡും അതോടൊപ്പം തന്നെ 2 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇയാൾ ടെററിസ്റ്റ് ഗ്യാങ്ങിൽ അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ PFIയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം ഇയാൾ ചെയ്തത്, ഈ ബ്രൂട്ടൽ ആക്ട് ഇയാൾ ചെയ്തത് എന്ന കാര്യവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഈ NIA കോടതി സവാദിനെ റിമാൻഡ് ചെയ്തിരുന്നു. 24 വരെ ആണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇയാളുടെ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ്, തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. പ്രതി പുറത്തുപോയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഇയാളെ സഹായിച്ചത് ആരൊക്കെ എന്ന് കണ്ടെത്തുന്നതിനായിരിക്കും. അവരും സ്വാഭാവികമായും ഈ കേസിൽ പ്രതികളായി വരും. നേരത്തെ PFI ആണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് അന്വേഷിച്ച പോലീസും അതോടൊപ്പം തന്നെ NIAയും കണ്ടെത്തിയിരുന്നു. PFIയുടെ നിരോധനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേസും ഇത് തന്നെയാണ്, ഈ കൈവിട്ട് കേസ് തന്നെയാണ്. എന്തായാലും NDFന്റെ പഴയ രൂപമായിരുന്നു. ശരി രാഗിൻ, എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്.